നിങ്ങളുടെ IBS നിങ്ങൾക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സും കൃത്യമായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയണം. സ്ട്രെസ്സ് എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് വരുന്നത് മനസ്സിന് വരുന്ന ടെൻഷൻ, ആങ്സൈറ്റി എന്നിവയെക്കുറിച്ച് മാത്രമാണ്. ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ നമുക്ക് ശരീരത്തിന് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. എന്നാൽ അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. സ്ട്രെസ് ഉണ്ടാക്കുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉറക്കം എന്ന് പറയുന്നത്. ഒരു 7 തൊട്ട് 8 മണിക്കൂർ വരെയുള്ള ഒരു ഉറക്കം കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അത് നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിനും ഇതുപോലെ സ്ട്രെസ് ഉണ്ടാക്കുകയും നമ്മുടെ കുടലിൻ്റെ സെൻസിറ്റിവിറ്റി അത് കൂട്ടുകയും IBS പോലുള്ള രോഗങ്ങളിലേക്ക് പിന്നത്തേതിൽ നയിക്കാനും അല്ലെങ്കിൽ ഉള്ള ദഹന പ്രശ്നങ്ങളുടെ തീവ്രത കൂട്ടാനായിട്ടും ഇത് കാരണമാക്കിയേക്കാം. അതുപോലെ തന്നെ ഈ കാലങ്ങളിൽ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ ഓവർ യൂസ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൂടുതലായിട്ട് സമയം ചെലവഴിക്കുന്നു. പ്രത്യേകിച്ച് അതിൽ കാണുന്ന ആൾക്കാരെ പോലെ നമുക്ക് ആവാൻ കഴിയാത്തുള്ള നിരാശ, നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതുകൊണ്ട് പിന്നത്തേതിലും ശരീരത്തിന് നിരാശ, സ്ട്രെസ് ഈ ലെവലിൽ നമ്മുടെ മൈൻഡിനെ അത് ദോഷമായിട്ട് ബാധിക്കുകയും പിന്നത്തേതിൽ അത് ഗട്ട് ഇഷ്യൂസിലേക്കും മറ്റ് അനുബന്ധ അസുഖങ്ങളിലേക്കും നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. അത് നമ്മളെ നിയന്ത്രിക്കാതെ നമ്മുടെ നിയന്ത്രണത്തിൽ അത് എപ്പോഴും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ജോലി സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകൾ. നമ്മൾ നമ്മളെ തന്നെ നോക്കുക. നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നമ്മൾ സംതൃപ്തനാണോ? നമുക്ക് ജോലിയിൽ നമുക്ക് എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്? കൃത്യമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് തന്നെ സമയം കണ്ടെത്തി ചെലവഴിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കൃത്യമായ രീതിയിൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് കാലങ്ങളായിട്ട് തുടരുമ്പോൾ നമ്മുടെ ഗട്ടിന്, പ്രത്യേകിച്ച് കുടലിൻ്റെ ചലനത്തേക്ക് ഇത് ദോഷമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് കൂടുകയും കുടലിൻ്റെ ചലനത്തെ ദോഷമായിട്ട് ബാധിക്കുകയും പിൽക്കാലത്ത് ദഹന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വയറ്റിൽ അൾസർ ആയിക്കോട്ടെ, പൊണ്ണായിക്കോട്ടെ, അല്ലെങ്കിൽ IBS പോലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് IBS പോലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും കൺസിഡർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അത് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.